നമസ്കാരം. നമുക്ക് ഇനി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോകാം. 4, 5, 6 വല്ലികൾ രണ്ടാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ അതിൽ പരാഞ്ചിഖാനി വിതരണ സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മൻ കശ്ചിദ്ധീര പ്രത്യേകാത്മാന മൈക്ഷ ദ്രാവിത്ത ചക്ഷുരമൃതത്വമിച്ഛൻ. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളാക്കി വെച്ചു. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്കും ബുദ്ധിയിലേക്കും ആത്മാവിലേക്കും അങ്ങനെയൊക്കെയാണ് വേണ്ടത്. പക്ഷേ ഇന്ദ്രിയങ്ങൾ വെളിയിലേക്കാണ് ഭഗവാൻ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈശ്വരൻ അങ്ങനെ വെളിയിലേക്ക് ബഹിർമുഖങ്ങളാക്കി സൃഷ്ടിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടല്ല. വളരെ ധീരന്മാരായ ആളുകൾ മാത്രം അവർ അന്തർമുഖമായിട്ട് ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ കാണുന്നു. പരാച കമാൻ അനുയന്തി ബാലാ തേ മൃത്യോരന്തി വിദതസ്യ പാശം അഥ ധീര അമൃതത്വം വിദിത്വ ധ്രുവ അധ്രുവേഷ്വ ന പ്രാർത്ഥയന്തേ. മന്ദബുദ്ധികളായിട്ടുള്ളവർ ബാഹ്യമായിട്ടുള്ള കാമ്യ വിഷയങ്ങളെ പിന്തുടർന്നവർ മൃത്യുവിന് വശഗതരാകുന്നു. എന്നാൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഈ ലോകത്തിലെ അനിത്യമായ വസ്തുക്കളിൽ ആഗ്രഹിക്കാതെ അവർ അമൃതത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. യേന രൂപം രസംഗന്ധം ശബ്ദാൻ സ്പർശാംശം മൈഥുനാൻ ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യതേ ഏതദ്വൈ തത്. നമ്മുടെ രൂപരസഗന്ധങ്ങളെയെല്ലാം ഏതിനാൽ അറിയപ്പെടുന്നുവോ അതുപോലെ തന്നെ യാതൊന്നിന് അറിയാൻ വയ്യാത്തതായി ഒന്നും അവശേഷിക്കുന്നില്ലയോ അത് ഇത് തന്നെയാകുന്നു. അത് നീ അറിയുവാൻ ആഗ്രഹിച്ച ആത്മാവാണ്. കേനോ ഉപദർശനം പറയുന്നില്ലേ, കേനേഷിതം പദ്ധതി പ്രേഷിതം മന കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ യുനക്തി. അതുതന്നെ ഇവിടെ പറയുന്നു. ഈ ഇന്ദ്രിയങ്ങളുടെയും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെയും എല്ലാം എല്ലാത്തിൻ്റെയും പുറകിലിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെയും അറിയുന്ന എല്ലാത്തിൻ്റെയും ചാലശക്തിയായി ഉള്ളിലിരിക്കുന്ന ആ വസ്തു അതാണ് ആത്മാവ്. സ്വപ്നാന്തം ജാഗ്രതാന്തം ചോഭോ യേനാനുപശ്യതി മഹാന്തം വിഭൂമാത്മാനം മത്വാ ധീരോ ന ശോചതി. ഈ സ്വപ്നത്തിലും ജാഗ്രതത്തിലുമുള്ള ഈ രണ്ട് വിഷയങ്ങളെയും അറിയുന്നവൻ ആരാണോ അറിയുന്നത് ആ ആത്മാവിനെ അറിയുന്ന ധീരന്മാർ ദുഃഖിക്കുന്നില്ല എന്ന് പറയണം. അതുപോലെ യമിമം അദ്ഭുതം വേദ ആത്മാനം ജീവമന്തിക ഈശാനം ഭൂതഭവ്യസ്യ നതോ വിജുഗുപ്സതേ യതത് വൈ തത്ത്. അപ്പോൾ ആ കർമ്മഫലത്തെ അനുഭവിക്കുന്ന ജീവാത്മാവിനെ നമ്മൾ മനസ്സിലാക്കുക. അത് ഇത് തന്നെയാണ്. അത് ആത്മാവ് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിനുശേഷം നമുക്ക് പിന്നെ അതിനെ നമുക്ക് രക്ഷിക്കേണ്ടതായി തോന്നുന്നില്ല. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറകിലിരിക്കുന്ന ഈ ജീവാത്മാവിൻ്റെ അതിൻ്റെയും പിന്നിലിരിക്കുന്ന ശക്തി ആത്മാവാണ്. ജീവാത്മാവ് ശരിക്കും ഇതൊന്നും അനുഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പൂർവം തപസോ ജാതമദ്ഭ്യ പൂർവമജായത ഗുഹാം പ്രവിശ്യ തിഷ്ഠന്തം യോ ഭൂതേഭിർ വ്യപശ്യത യതത് വൈ തത്ത്. അപ്പോൾ ഈ ഉള്ളിലിരിക്കുന്ന നമ്മുടെ ഹൃദയ ആകാശത്തിലിരിക്കുന്ന ഈ ആത്മാവിനെ
കാണുന്നവൻ, അല്ലെങ്കിൽ ഉള്ളിലിരിക്കുന്ന ആ നമ്മളെല്ലാത്തിനെയും ചലിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഹിരണ്യഗർഭനെ മനസ്സിലാക്കുന്നവൻ ഈ ബ്രഹ്മത്തെ തന്നെയാണ് അറിയുന്നത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് പോകും തോറും ഈ കാണപ്പെടുന്ന ഈ ലോകവും ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ആത്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് ഈ ലോകത്തിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടതാണ്. ഇതിൽ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് നോക്കിയാൽ മാത്രം മതി. ഈ പറഞ്ഞതിനൊക്കെ തിരിച്ചുള്ള അർത്ഥം ഇതാണ്. നമ്മൾ വെളിയിലേക്ക് നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് ലോകമായി കാണപ്പെടുന്നത്. അതിനെ തന്നെ നമ്മൾ ഉള്ളിലോട്ട് നോക്കിയാൽ നമ്മൾ ആ പരമാത്മാവിനെ നമുക്ക് ദർശിക്കാൻ കഴിയും. രണ്ടും ഒന്ന് തന്നെയാണ്. തിരിച്ചും മറിച്ചും തിരിച്ചും ഇത് തന്നെയാണ് ഇനി പറയാൻ പോകുന്ന എല്ലാം. ഇനി അങ്ങ് അവസാനം വരെ പറയുന്നത് ഇത് തന്നെയാണ്. നമ്മളെന്താണോ ഇവിടെ ഈ ലോകമായി കാണപ്പെടുന്നത് അത് ആ ഒന്നായ ഈശ്വരനാണ്, ബ്രഹ്മമാണ്. നമ്മൾ നോട്ടത്തിൻ്റെ കുഴപ്പമാണത്. നമ്മൾ വെളിയിലോട്ട് നോക്കി പലതായി കാണാം, അല്ല ഉള്ളിലോട്ട് നോക്കി ഇതൊന്നാണെന്ന് മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. യാ പ്രാണേന സംഭവത്യതിർ ദേവതാമയി ഗുഹാം പ്രാവശ്യ തിഷ്ഠന്തിയും യാ ഭൂതേതിർ വിഭിർ വ്യവജായത യതദ്വൈ തത്ത്. ഇതുപോലെ തന്നെ യാതൊരു അതിഥിയാണോ, സർവ്വദേവതാസ്വരൂപിണിയായ യാതൊരു അതിഥിയാണോ ഈ പ്രാണനായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നത് അത് തന്നെയാണ് സർവ്വ പ്രാണികളുടെയും ഹൃദയാകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അത് തന്നെ ബ്രഹ്മം തന്നെയാണത്. അരണ്യോർ നിഹിതോ ജാതവേദ ഗർഭ ഇവ സുഭൃതോ ഗർഭിണീഭി ദിവേദിവ ഈഡ്യോ ജാഗൃവദ്ഭിർ ഹവിഷ്മദ്ഭിർ മനുഷ്യേഭിരഗ്നി യതദ്വൈ തത്ത്. അതുപോലെ തന്നെ എല്ലാത്തിലും ഇരിക്കുന്ന ആ അരണ്യകളിലിരിക്കുന്ന ആ അഗ്നി അതും ബ്രഹ്മം തന്നെയാവുന്നു. യഥശ്ചോദേതി സൂര്യോസ്തം എത്ര ച ഗച്ഛതി തം ദേവാ സർവേ അർപ്പിതാദസ്തു നാത്യേതി കശ്ചന യതദ്വൈ തത്. അതുപോലെ തന്നെ സൂര്യൻ ഏതിൽ നിന്നാണോ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് അതുപോലെ അതിനെ ദേവന്മാരാരും അതിക്രമിക്കുന്നില്ല. അത് ഇത് തന്നെയാണ്. അത് തന്നെയാണ് ഈ ബ്രഹ്മം. യദേവേഹ യദമൂത്ര തദന്യുഹ മൃത്യോ സ മൃത്യുമാപ്നോതി യൈഹ നാനേവ പശ്യതി. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ. യാതൊന്നുണ്ടോ അവിടെയും അത് തന്നെയാണുള്ളത്. അവിടെയുള്ളതാണ് ഇവിടെയുള്ളത്. ഇത് പലതായി കാണപ്പെടുന്നവൻ അവനാണ് ശരിക്കും മൃത്യുവിനെ പ്രാപിക്കുന്നത്. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി മൃത്യു ഇല്ലാതെയായിത്തീരുന്നു. അങ്ങനെ മനസ്സിലാക്കാത്തവൻ മൃത്യുവിനെ പ്രാപിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. തത് ത്വം അസി എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പമുണ്ട്. മനസ്സൈ വേദമാപ്തവ്യം നേഹ നാനാസ്തി കിഞ്ചന മൃത്യോ സമൃത്യം ഗച്ഛതി ഏഹ നാനൈവ പശ്യതി. പലതായി കാണുന്നവൻ മരിക്കുന്നു, മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു. ജീവിക്കുകയും മരിക്കുകയും വീണ്ടും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മൾ മനസ്സുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിനെ നിശ്ചലമാക്കി ഈ സത്യത്തെ നമ്മൾ സാക്ഷാത്കരിക്കണം. വാട്ട് നേഹ നാനാസ്തി കിഞ്ചന. വീണ്ടും 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 നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉപനിഷത്തുക്കളിൽ നിന്നും മനസ്സിലാക്കുന്ന ഇവിടെ പലതായിട്ടൊന്നും തന്നെ ഒന്നുമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. നൈഹ നാനാസ്തി കിഞ്ചന, അല്പം പോലും പലതില്ല, ഒന്നേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാത്തവനാണ് മരിക്കുന്നവൻ. ഇത് മനസ്സിലാക്കുന്നവൻ ഒരിക്കലും മരിക്കുന്നില്ല. നൈഹ നാനാസ്തി കിഞ്ചന, ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, പലതില്ല. അങ്കുഷ്ഠമാത്ര പുരുഷോ മധ്യ ആത്മനി തിഷ്ഠതി ഈശാനം ഭൂതഭവ്യസ്യ ന തതോ വിജുഗുപ്സതേ യതദ്വൈതൈ തത്. ഇതുപോലെ ഒരു ചെറിയ വിരലിനോളം വലുപ്പമുള്ള പുരുഷൻ
നമ്മുടെ ശരീരത്തിൻ്റെ മധ്യത്തിൽ ഹൃദയത്തിൻ്റെ നടുക്ക് വളരെ ചെറുതായി ഈശ്വരൻ ഇരിക്കുന്നു. നമ്മൾ ഉള്ളിലിരുന്ന് അല്ലെങ്കിൽ എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കുന്നവൻ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആയിരിക്കുന്നവൻ നമ്മൾ അറിയുന്നവൻ പിന്നെ അവനെ ഒന്നിൽ നിന്നും തന്നെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കുന്നു. ഇനി എന്താണ് രക്ഷിക്കുന്നത്? ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. പിന്നെ എന്തിനെയാണ് നമ്മൾ രക്ഷിക്കുന്നത്? അങ്കുഷ്ടമാത്ര പുരുഷോ ജ്യോതിരിവാ ധൂമക ഈശാനോ ഭൂതഭവ്യസ്യ സ ഏവാദ്യ സ ഊശ്വ യതത് വൈ തത്ത്. ഇത് തന്നെ നമ്മളുള്ളിലിരിക്കുന്ന പുരുഷൻ ആണ് നിർമ്മലമായിട്ട് അഗ്നിയെപ്പോലെ മാലിന്യമില്ലാത്തതാകുന്നു. അവൻ എന്നുള്ളത് അവൻ നാളെയും സ്ഥിതി ചെയ്യുന്നു. അവൻ തന്നെയാണ് ഇത്, അത് തന്നെയാണ് ഇത്, അത് തന്നെയാണ് ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യഥോദകം ദുർഗേ വൃഷ്ടം പർവ്വതേഷു വിധാവതി യവം ധർമാൻ പൃഥക് പശ്യം താനേവ ആനുവിധാവതി. അപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ വർഷിക്കുന്ന വെള്ളം പല വഴിക്ക് ഒഴുകി ചിന്നിച്ചിതറി നശിക്കുന്നത് പോലെ നമ്മൾ ജീവന്മാരെ പലതായി കാണുന്നവൻ അവനും നശിച്ചു പോകുന്നു. അവനും ആ വഴി തന്നെ ജനനമരണങ്ങളിൽപ്പെട്ട പല പല ജനന മരണങ്ങൾ ഉണ്ടാകുന്നു അവന്. അതേസമയം യഥോദകം ശുദ്ധേ ശുദ്ധമാസിക്തം താതൃകേവ ഭവതി യവം മുനേർ വിജാനത ആത്മാ ഭവതി ഗൗതമ. അതേസമയം ജ്ഞാനിയായ ഒരു മുനിയുടെ ആത്മാവ് അതിനെന്താണ് സംഭവിക്കുന്നത്? കുറേ ശുദ്ധജലത്തിലേക്ക് ഒഴിക്കപ്പെട്ട ഒരല്പം കുറച്ച് ശുദ്ധജലം, അവ ഇൻസെപ്പറബിളാണ്, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ. അത് ആ ജലത്തിൻ്റെ ഭാഗം തന്നെയാണ്, ആ ജലമായി തന്നെ ഭവിക്കുന്നു. അതുപോലെയാണ് ജ്ഞാനിയുടെ ആത്മാവ്, അതായത് ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നു. സർവവും ഈശ്വരനാണെന്ന് അവൻ മനസ്സിലാക്കുന്ന അതുപോലെ ഇൻസെപ്പറബിൾ അതായി തന്നെ മാറുന്നു എന്ന് പറയുന്നു. ഇതോടുകൂടി ഈ 4ാമത്തെ വല്യം തീരുകയാണ്. താങ്ക് യു.